അല്പനേരം വചനം ചിന്തിക്കുന്നതിന് മുമ്പായിട്ട് കർത്താവിനെ തന്നെ നോക്കി ഒരു വാക്കുകൂടെ പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ, അവിടുത്തെ നിറഞ്ഞ സ്ഥാനത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾ കർത്താവേ അല്പസമയം അവിടുത്തെ സന്നിധിയിൽ അവിടുത്തെ തൃപ്പാദത്ത് പീഠത്തെങ്കിൽ കർത്താവേ ഞങ്ങൾ ആയിരിക്കുന്നു. ആ ബദനിയിലെ മറിയം തിരഞ്ഞെടുത്ത നല്ല അംശം കർത്താവേ, അവിടുത്തെ സന്നിധിയിലിരുന്ന് അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കാനുള്ളത് കേൾക്കുന്ന ആ ഒരു കർത്താവേ, ആ ഒരു അനുഭവം, ആ ഒരു സ്നേഹ സംസർഗം കർത്താവേ ഈ തരുണത്തിൽ ഞങ്ങൾക്കത് ഹൃദ്യമാക്കി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശമൂവേൽ ബാലകൻ പ്രാർത്ഥിച്ചതുപോലെ കർത്താവെ അരുളി ചെയ്യണ അടിയൻ കേൾക്കുന്നു എന്ന് കർത്താവെ ഞങ്ങൾ പറയട്ടെ. മനുഷ്യപ്പം കൊണ്ട് മാത്രമല്ലല്ലോ, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനം കൊണ്ടുമാണല്ലോ ജീവിക്കേണ്ടത്. കർത്താവെ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണം, ഞങ്ങളെ ചേർത്ത് നിർത്തി ഞങ്ങളെ ഉത്സാഹിപ്പിക്കണം. ഞങ്ങളെ കർത്താവെ അവിടുന്ന് നാമത്തെ മഹത്വപ്പെടുത്തുകൊണ്ടൊക്കെ വേണം ഞങ്ങളുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തണം. എല്ലാം ഈശോ കർത്താവിന്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് എബ്രായ ലേഖനം 10-ാം അധ്യായത്തില് നമ്മള് യേശു ഒരു മഹാപുരോഹിതൻ എന്നവണ്ണം കർത്താവ് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്ന ഒരു രംഗം നമ്മള് എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. കുറച്ച് സമയം അല്പസമയം ഈ കാര്യങ്ങൾ പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് ഉൾപ്പെടെ എല്ലാവർക്കും മനസ്സിലാവുന്നവണ്ണം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ കാലയളവിലൊക്കെ കുഞ്ഞുങ്ങളൊക്കെ വളർന്നു വരുമ്പോൾ ഞാൻ പ്രൈമറിലി അവരെ അഡ്രസ്സ് ചെയ്ത് സംസാരിക്കാൻ നോക്കാറുണ്ട്. അപ്പം അവർക്ക് മനസ്സിലാവുന്ന രീതി പറയുമ്പോൾ പിന്നെ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ആയിക്കോളും. അപ്പോൾ അതായത് നമ്മളെ എബ്രായ ലേഖനം പുതിയ നിയമത്തില് സാധാരണ മിക്കവർക്കും ഒരു കടുകട്ടിയായിട്ടുള്ള ഒരു ലേഖനം ഏതാന്ന് ചോദിച്ചാൽ ഈ എബ്രായ ലേഖനമാണ്. ഒരു കീറാമുട്ടി മാതിരി പല പല യഹൂദന്മാരുടെ ആ ഒരു പശ്ചാത്തലത്തില് എബ്രായ ലേഖനം എന്ന് പറയുമ്പോൾ തന്നെ എബ്രായർക്ക് എന്ന് പറഞ്ഞാൽ യഹൂദന്മാർക്കാണ് പ്രൈമറിലി. യഹൂദന്മാർക്ക് മാത്രമല്ല, നമുക്ക് ആണ് അത് എഴുതിയിട്ടുള്ളത്. എന്നാൽ അന്ന് യഹൂദ മതത്തിൽ നിന്ന്, യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് ക്രിസ്തുവിലേക്ക് വന്നവർക്കായിട്ട് പ്രാഥമികമായിട്ടും എഴുതപ്പെട്ട ഒരു ലേഖനമായിരുന്നു എബ്രായ ലേഖനം. എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് ഒരു യഹൂദനായിട്ട്, അതായത് യഹൂദൻ എന്ന് പറഞ്ഞാൽ എന്താ, എബ്രഹാമിന്റെ സന്തതികളായിട്ട് എബ്രഹാം, പിന്നെ ഇസഹാക്ക്, യാക്കോബ്, യാക്കോബിന്റെ 12 പുത്രന്മാർ, അങ്ങനെ 12 ട്രൈബ്സ് ഓഫ് ഇസ്രായേൽ, 12 ഗോത്രങ്ങള്. ആ 12 ഗോത്രങ്ങള് ആണ് ഇസ്രായേൽ ജനമായിട്ട് നമ്മൾ കാണുന്നത്. അപ്പൊ അതിന്റെ അനന്തരാവകാശികളായിട്ട് ആ 12 ഗോത്രങ്ങള്, യാക്കോബിന്റെ മക്കളായിട്ടുള്ള 12 ഗോത്രങ്ങളാണ്, അവരാണ് യഹൂദന്മാർ എന്ന് പറയുന്നത്, ജ്യൂസ്. അപ്പോ അവരുടെ ആ പിന്തുടർച്ചാവകാശക്കാരിന്നും അവിടെ ഇസ്രായേൽ നാട്ടില് ഉള്ള കാര്യവും അവരെ കുറിച്ച് നമ്മുടെ പത്രത്തിൽ ഇപ്പോഴും ഇസ്രായേൽ വളരെ ഇപ്പോഴും ഒരു ഹോട്ട് ടോപ്പിക് ആണല്ലോ, പൊളിറ്റിക്കലി രാഷ്ട്രീയപരമായിട്ടും എല്ലാം. നമ്മൾ പത്രം എടുത്ത് നോക്കിയാൽ ഇസ്രായേൽ പലസ്തീൻ വിഷയങ്ങളും അതുപോലെയൊക്കെയുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ കാണുന്നുണ്ട്. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ ഒരു സമയത്ത് യഹൂദന്മാര്, ഇസ്രായേൽ രാഷ്ട്രമൊക്കെ അന്ത്യകാലത്ത് അതൊരു കാലത്തിന്റെ ഘടികാരം എന്ന വണ്ണം, ക്ലോക്ക് ഓഫ് ദ ടൈംസ്, ഘടികാരം എന്ന് പറഞ്ഞാൽ ക്ലോക്ക് പോലെ ഇസ്രായേലിൽ നടക്കുന്ന കാര്യങ്ങൾ അന്ത്യകാലത്ത് നടക്കേണ്ട പല സംഭവങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നതായതുകൊണ്ട് ഇസ്രായേൽ രാഷ്ട്രം ഇന്ന് അന്ത്യകാലത്തും അത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ യഹൂദ മതത്തിൽ നിന്ന് അവര് കർത്താവ് യഹൂദനായിട്ടാ ജനിച്ച് നമുക്കറിയാം അല്ലെ. കർത്താവ് യഹൂദന്മാരായിരുന്ന യോസെഫിനും മറിയയ്ക്കും എന്ന് പറയുമ്പോൾ മറിയയ്ക്ക് വിവാഹത്തിന് മുമ്പ് തന്നെ പരിശുദ്ധാത്മാവിനാല് യേശു മറിയയുടെ ഉദരത്തിൽ ഉരുവായി. പിന്നീട് യോസെഫ് മറിയവും ചേർന്ന് വന്ന കാര്യമൊക്കെ നമ്മൾ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ തന്നെ വായിക്കുന്നുണ്ട്. അങ്ങനെ യോസെഫ് ഒരു വളർത്തച്ഛനായിട്ട്, മറിയ അമ്മയായിട്ട്, അങ്ങനെ യേശു എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ വചനം, ദൈവം തന്നെ ഭൂമിയിൽ മനുഷ്യനായിട്ട് അവതരിച്ച ദൈവത്തിന് 10 അവതാരങ്ങളോ 1000 അവതാരങ്ങളോ ഒന്നുമില്ല. എത്ര അവതാരമേ ഉള്ളൂ? ഒരു അവതാരമേ ഉള്ളൂ. വൺ ഇൻകാർണേഷൻ ഓഫ് ഗോഡ്, ദാറ്റ് ഇസ് ജീസസ് ക്രൈസ്റ്റ്. യേശു കർത്താവാണ് ഭൂമിയിൽ ദൈവം അവതരിച്ചതാണ് യേശു കർത്താവ്. ഇപ്പൊ 2000-ഓളം വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് ഈ ഭൂമിയിൽ അവതരിച്ചപ്പോ കർത്താവ് ഈ ഒരു എബ്രഹാമിന് ദൈവം കൊടുത്ത ഒരു വാഗ്ദത്വം എന്ന് പറഞ്ഞാല് ഉൽപ്പത്തി 22-ാം അധ്യായത്തിൽ ഇസഹാക്കിനെ യാഗം കഴിക്കാനായിട്ടുള്ള ആ സന്നദ്ധത കാണിക്കുമ്പോൾ എന്താ പറയുന്നത്, നിന്റെ സന്തതിയിൽ കൂടെ ഈ ഭൂമി എങ്ങും അനുഗ്രഹിക്കപ്പെടും എന്ന് പറയുന്നുണ്ട്. അത് ആ സന്തതി എന്ന ഒരു സിംഗുലർ ആയിട്ടുള്ള ഒരു ടേമ ഉപയോഗിച്ചെന്നൊക്കെ
ഗലാത്യ ലേഖനത്തിൽ പൗലോസ് അത് എടുത്തു പറഞ്ഞിട്ട് പറയുന്നുണ്ട്, ആ സന്തതി, എബ്രഹാമിന്റെ സന്തതിയായിട്ട് വന്നവൻ ആരാണ്? യേശു കർത്താവ്. യേശുവിലൂടാണ് ഈ ഭൂമി എങ്ങും അനുഗ്രഹിക്കപ്പെടുന്നത് എന്നുള്ളൊരു കാര്യമൊക്കെ ഗലാത്യ ലേഖനത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ എബ്രഹാമിന് ദൈവം കൊടുത്തൊരു വാഗ്ദത്ത പ്രകാരമാണ് മെസ്സിഹ ആയിട്ടുള്ള ലോകത്തിന്റെ രക്ഷകനായിട്ട് അവതരിക്കാനുള്ള ഈ കർത്താവ് എബ്രഹാമിന്റെ സന്തതിയായിട്ട് തന്നെ. എബ്രഹാമിന്റെ സന്തതി എന്ന് പറയുമ്പോൾ എബ്രഹാമിന്റെ പിന്തുടർച്ച തലമുറക്കാരനായ ദാവീദ് പുത്രനായിട്ട് ദാവീദിന്റെ അതേ പരമ്പരയിലാണ് പിന്നീട് മറിയം വരുന്നത്. ഈവൻ യോസേഫും ദാവീദിന്റെ വേറൊരു പുത്രനിലൂടെ വരുന്ന വംശാവലിയൊക്കെ നമ്മൾ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിലും ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിലും, ലൂക്കോസ് 3-ാം അധ്യായത്തില് മറിയയുടെ വംശാവലി വായിക്കുന്നുണ്ട്, മത്തായി 1-ാം അധ്യായത്തിൽ യോസേഫിന്റെ വംശാവലി വായിക്കുന്നുണ്ട്. അപ്പം രണ്ടുപേരും എബ്രഹാമിൽ നിന്ന് ദാവീദിന്റെ പരമ്പരയിൽ നിന്ന് വരുന്നവരാണെന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. അപ്പൊ അങ്ങനെ യേശു കർത്താവ് ഈ ഭൂമിയിൽ അവതരിച്ചപ്പോ കർത്താവ് ദൈവത്തിന്റെ സത്യങ്ങള്, ദൈവരാജ്യത്തിന്റെ സത്യങ്ങള്, യഥാർത്ഥത്തിലുള്ള ദൈവത്തിന്റെ രക്ഷയെക്കുറിച്ചുമൊക്കെ സംസാരിച്ചപ്പോൾ അന്ന് കർത്താവിന്റെ കൂടെയുള്ള ശിഷ്യന്മാര്, പിന്നീട് അതിനുശേഷം കർത്താവിന്റെ ശിഷ്യന്മാരിലൂടെ കർത്താവിലേക്ക് യഹൂദ മതത്തിൽ നിന്ന് വന്ന ക്രിസ്ത്യാനികളാണ് യഹൂദ ക്രിസ്ത്യാനികൾ, ജൂയിഷ് ക്രിസ്ത്യൻസ്. അപ്പൊ അവര് പലവിധമായിട്ടുള്ള ഉപദ്രവത്തിലൂടെ കടന്നു പോകേണ്ടി വന്നു. എന്ന് വെച്ചാൽ യഹൂദന്മാര്, ഈ കർത്താവിനെ വിശ്വസിക്കാത്ത യഹൂദന്മാര് അവരെ ഒത്തിരി പാടുപെടുത്തി. അങ്ങനെ പലവിധമായിട്ടുള്ള ഉപദ്രവത്തിലൂടെയൊക്കെ യഹൂദ ക്രിസ്ത്യാനികളൊക്കെ പോകേണ്ടി വന്നപ്പോൾ അവർ പലരും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒത്തിരി കഷ്ടങ്ങളൊക്കെ ആയപ്പോഴത്തേക്കും പല യഹൂദ ക്രിസ്ത്യാനികളും അല്ലെങ്കിൽ എബ്രായ ക്രിസ്ത്യാനികളും മനം മടുത്ത് അവരങ്ങ് പിൻവാങ്ങുന്നത് പോലെ അവരങ്ങ് മടുത്തു പോകുന്ന തലത്തിലേക്ക് വന്നപ്പോൾ പരിശുദ്ധാത്മാവ് എബ്രായ ലേഖകൻ ആരാണെന്ന് വചനത്തിൽ വ്യക്തമായിട്ട് നമ്മൾ കാണുന്നില്ല, എങ്കിലും പല വേദപണ്ഡിതന്മാരും അത് പൗലോസ് തന്നെ ആയിരിക്കണം ആ ഒരു വചനത്തിന്റെ എബ്രായ ലേഖനത്തിന്റെ ആഴവും പരപ്പും ഒക്കെ കണ്ട് അത് പൗലോസ് തന്നെ ആയിരിക്കണം എന്ന് പറയുന്നവരുണ്ട്, ബർണബാസ് ആയിരിക്കാമെന്ന് പറയുന്നവരുണ്ട്. ഏതായാലും പരിശുദ്ധാത്മാവ് എബ്രായ ലേഖനത്തിലൂടെ ആ യഹൂദ ക്രിസ്ത്യാനികളെ ഉത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ വായിക്കുന്നത്. അപ്പൊ എബ്രായ ലേഖനം എത്ര അധ്യായമായിട്ടാണ് തിരിച്ചിരിക്കുന്നത്? 13 അധ്യായമായിട്ട്. ശരിക്കും പരിശുദ്ധാത്മാവ് എബ്രായ ലേഖനത്തിലൂടെ വചനം എഴുതുമ്പോൾ അത് അധ്യായത്തിന് ഡിവിഷൻസ് ഒന്നും ഇല്ലായിരുന്നു. അധ്യായത്തിന് ഡിവിഷൻസ് ഒക്കെ വളരെ റീസെന്റ് ആയിട്ട് എന്ന് പറയുമ്പോൾ ആ ചാപ്റ്റർ ഡിവിഷനൊക്കെ 13-ാം നൂറ്റാണ്ടിലൊക്കെ ആ ചാപ്റ്റർ ഡിവിഷനൊക്കെ വരുന്നത്. ഈ പുതിയ നിയമം എഴുതപ്പെടുന്നത് 1-ാം നൂറ്റാണ്ടില് AD 96-ലാണ്, 95-96 കാലയളവിലാണ് ഏറ്റവും അവസാനത്തെ ഗ്രന്ഥമായിട്ടുള്ള വെളിപാട് പുസ്തകവും 1 യോഹന്നാൻ ഒക്കെയും AD 95-96 കാലയളവിലാണ് എഴുതപ്പെട്ടത്. ഇപ്പൊ AD 96 ഒക്കെ ആയപ്പോഴത്തേക്കും AD 96 എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പം ഏത് വർഷമാ? AD 2025, 2025 അല്ലേ? 2025 ഇപ്പൊ നമ്മള്. അപ്പൊ 2000-ഓളം, ഏകദേശം 2000-ഓളം വർഷങ്ങൾ മുമ്പ് 2025 ഇപ്പോഴെങ്കിൽ 96 AD-യിലൊക്കെയാ പുതിയ നിയമത്തിന് അവസാനത്തെ പുസ്തകം വെളിപാട് പുസ്തകമാണെന്നും യോഹന്നാന്റെ 1-ാമത്തെ ലേഖനമാണെന്നും ഒക്കെ പല അഭിപ്രായങ്ങളുണ്ട്. ഏതായാലും അതെല്ലാം ഈ ഒരു 90-കളിൽ തന്നെ എഴുതപ്പെട്ടതാണ്. കർത്താവ് BC 4 ജനിക്കുന്നു, 30 AD കർത്താവ് ക്രൂശിക്കപ്പെടുന്നു. അപ്പോൾ ആ 30 AD-യിലാണ് സഭ പിന്നീട് പെന്തക്കോസ്ത് നാളിലെ കർത്താവ് ക്രൂശിക്കപ്പെട്ട് അതിന്റെ 50-ാമത്തെ ദിവസം, കർത്താവ് ഒരു പെസഹ നാളിലാണ് പെസഹ കുഞ്ഞാടായിട്ട് ക്രൂശിക്കപ്പെടുന്നതെങ്കിൽ അതിന് 50-ാമത്തെ ദിവസം, പെന്തക്കോസ്ത് എന്നുള്ള ആ വാക്കിനർത്ഥം തന്നെ 50-ാം ദിവസം, ആ പെസഹയിൽ നിന്നുള്ള 50-ാമത്തെ ദിവസം അന്ന് യഹൂദന്മാർക്ക് ഒരു പെസഹ, അവർക്കൊരു പെന്തക്കോസ്ത് പെരുന്നാളായിട്ട് പഴയ നിയമത്തിൽ നമ്മൾ ദൈവം കൊടുത്തിട്ടുള്ളതായിട്ട് വായിക്കുന്നുണ്ട്. ആ പെന്തക്കോസ്ത് നാളിലാണ് പരിശുദ്ധാത്മാവ് കാത്തുനിന്ന ശിഷ്യന്മാരുടെ മേൽ വരുന്നതും 120-ഓളം പേരുടെ മേൽ വരുന്നതും അവരെല്ലാം കർത്താവിന്റെ ശക്തിയാൽ നിറയപ്പെട്ട് കർത്താവിനെ സ്തുതിക്കുന്നവരായിട്ട് കർത്താവിന്റെ ധീരസാക്ഷികളാകുന്നതും കർത്താവിന്റെ സുവിശേഷം, കർത്താവിന്റെ സദ്വർത്തമാനം പ്രസംഗിക്കുന്നതും. അങ്ങനെ ആ പെന്തക്കോസ്ത് ദിവസം തന്നെ എത്ര പേര് വിശ്വാസത്തിലേക്ക് വന്നതെന്ന് നമ്മൾ വായിക്കുന്ന അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തില് 3000-ഓളം പേര്, അറൌണ്ട് 3000-ഓളം പേര് വിശ്വാസത്തിലേക്ക് വന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. അപ്പൊ അതിനുശേഷം പിന്നെ ജാതികളിലേക്കും ഒക്കെ, സമരിയയിലേക്കും ജാതികളിലേക്കും ഒക്കെ സുവിശേഷം എത്തുന്നതായിട്ട് അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിലും 10-ാം അധ്യായത്തിലും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആ സുവിശേഷം പലയിടങ്ങളിലേക്കും എത്തി. അങ്ങനെ അപ്പൊ അത് കഴിഞ്ഞിട്ട് അപ്പൊ ഞാൻ AD 13-ാം നൂറ്റാണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇപ്പം 1-ാം നൂറ്റാണ്ടും 21-ാം നൂറ്റാണ്ടിന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. 13-ാം നൂറ്റാണ്ട് 1200 ആ വർഷങ്ങളിൽ ഒക്കെയാണ് ചാപ്റ്റർ ഡിവിഷനൊക്കെ, ബൈബിളിനെ പല ചാപ്റ്റേഴ്സ് ആയിട്ടൊക്കെ ആദ്യമായിട്ട് ഡിവൈഡ് ചെയ്തതെന്നൊക്കെയാണ്
ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത്. അതായത് എക്സാക്ട്ലി പറഞ്ഞാൽ 1227 സ്റ്റീഫൻ ലാങ്ടൺ, ഒരു കാൻറ്റർബറി ലാങ്ടന്റെ ഒരു ആർച്ച് ബിഷപ്പായിട്ടുള്ള സ്റ്റീഫൻ ലാങ്ടൺ ആണ് 1227 ഏകദേശം അറൌണ്ട് 1227 ആണ് ആദ്യമായിട്ട് ബൈബിളിന്റെ ചാപ്റ്റേഴ്സ് ആയിട്ടൊക്കെ ഡിവൈഡ് ചെയ്തതെന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ വൈക്ലിഫ് ഇംഗ്ലീഷ് ബൈബിളൊക്കെ 1382 ഈ ചാപ്റ്റർ പാറ്റേൺ തന്നെ ഫോളോ ചെയ്തതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നെ പഴയ നിയമം എബ്രായ ഭാഷയിലായിരുന്നല്ലോ എഴുതപ്പെട്ടിരുന്നത്. പഴയ നിയമം അത് പിന്നീട് അത് വേഴ്സസ് ആയിട്ട്, അപ്പം ചാപ്റ്റർ ഡിവിഷൻ ഒക്കെ 1227 വന്നതെന്ന, ഏകദേശം 1227 വന്നതെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞത് വെച്ചാൽ, ഞാൻ എന്താ ചാപ്റ്റർ ഡിവിഷന്റെ കാര്യം പറയാൻ എന്ന് പറഞ്ഞാല്, എബ്രായ ലേഖനം 13 ചാപ്റ്റേഴ്സ് ആയിട്ടാണ് നമ്മളിപ്പം പറയുമ്പോൾ, ശരിക്കും പരിശുദ്ധാത്മാവ് അത് എബ്രായ ലേഖനിലൂടെ എഴുതുമ്പോൾ അതൊരു നീണ്ട ഒരു ലേഖനമായിട്ട് അങ്ങ് എഴുതുകയായിരുന്നു. എന്നാൽ പിന്നീട് നമുക്ക് റെഫറൻസിന് ഉപയുക്തമാകത്തക്ക വണ്ണം ദൈവം തന്നെ പല മനുഷ്യരെ ഉപയോഗിച്ച് അത് പല ചാപ്റ്റേഴ്സ് ആയിട്ട്, അത് മനുഷ്യനാൽ ആണ് ചാപ്റ്റർ ഡിവിഷനൊക്കെ വന്നിട്ടുള്ളത്. എങ്കിൽ പോലും അത് നമുക്ക് പല പ്രാക്ടിക്കൽ പേർപ്പസിന്, പ്രായോഗികമായിട്ടുള്ള പല കാര്യങ്ങൾക്കും ആ ചാപ്റ്റർ ഡിവിഷൻ, നമുക്ക് ഇന്ന ചാപ്റ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നുണ്ട്. ചാപ്റ്റർ ഡിവിഷൻ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേ? ചാപ്റ്റർ ഡിവിഷൻ വേഴ്സ് ഡിവിഷൻ ഉണ്ടായിട്ട് തന്നെ ഓർക്കാൻ പാട്. അപ്പൊ പിന്നെ അതൊന്നും ഇല്ലായിരുന്നെങ്കിൽ വല്ലാത്തൊരു പാരാവാരത്തിൽ ചെന്ന് മുങ്ങിത്തപ്പുന്നത് പോലെ ആയിപ്പോയേനെ. അപ്പൊ അതുകൊണ്ട് 1227 ചാപ്റ്റർ ഡിവിഷൻ ഉണ്ടായതെന്ന് പറയുന്നു. പിന്നീട് വേഴ്സ് ഡിവിഷൻ, പഴയ നിയമത്തിൽ ഈ ചാപ്റ്റേഴ്സ് തന്നെ പല പല വേഴ്സസ് ആയിട്ട്, പല പല വാക്യങ്ങളായിട്ട് തിരിച്ചതൊക്കെ 1448 AD ഒരു യഹൂദ റബ്ബി ആയിട്ടുള്ള നാഥാൻ എന്ന് പറയുന്ന ഒരു ആളാണ്, ഒരു ജൂയിഷ് റബ്ബി ആയിട്ടുള്ള, യഹൂദ റബ്ബി ആയിട്ടുള്ള ഒരു നാഥാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് 1448 പഴയ നിയമം യഹൂദന്മാരുടെ തിരുവെഴുത്തായിട്ട് അവർ ഇന്നും പഴയ നിയമം മാത്രമേ കരുതുന്നുള്ളൂ. പുതിയ നിയമത്തിലേക്ക് വിശ്വസിക്കുന്നവരാണ് ക്രിസ്ത്യാനികളായിട്ട് മാറിയത്. അപ്പം 1448 ആ വേഴ്സ് ഡിവിഷനൊക്കെ വന്നു. പിന്നീട് റോബർട്ട് എസ്റ്റീൻ അല്ലെങ്കിൽ സ്റ്റെഫാനോസ് എന്ന് പേരുള്ള ഒരാളാണ് പുതിയ നിയമവും വേഴ്സസ് ആയിട്ട് 1555 ഇരിക്കുന്നത്. അപ്പം വേഴ്സ് ഡിവിഷനൊക്കെ 16-ാം നൂറ്റാണ്ടിലേ വന്നിട്ടുള്ളൂ. ഇത് നമ്മളിപ്പോ 21-ാം നൂറ്റാണ്ടില, 16-ാം നൂറ്റാണ്ട് എന്ന് പറയുമ്പോൾ 1555 ഈ വേഴ്സ് ഡിവിഷൻ വന്നിട്ടുള്ളൂ. വളരെ റീസെന്റ് ആയിട്ടെന്ന് വേണമെങ്കിൽ പറയാം. അത്രയും വർഷങ്ങളൊന്നും ബൈബിളിലെ വേഴ്സസ് ആയിട്ടൊന്നും ഇത്രാമത്തെ വാക്യം എന്ന് പറയാൻ എടുക്കാൻ അന്നില്ലായിരുന്നു. പ്രിന്റിങ് തന്നെ 16-ാം നൂറ്റാണ്ടില് ആ ഒരു ഗുട്ടൻബർഗ് പ്രിന്റിംഗ് പ്രസ് കണ്ടുപിടിക്കുന്നത്. ആദ്യമായിട്ട് പ്രിന്റ് ചെയ്യപ്പെട്ട പുസ്തകം ഏതാ? ബൈബിൾ ആയിരുന്നു ആദ്യമായിട്ട് പ്രിന്റ് ചെയ്യപ്പെട്ട പുസ്തകം. ഇന്നും ഏറ്റവും അധികം പ്രിന്റ് ചെയ്യപ്പെടുന്ന പുസ്തകം ഏതാന്ന് ചോദിച്ചാൽ അത് ഇന്ന് ബൈബിള് തന്നെയാണ്. ഓക്കെ, അപ്പോ 1555 അതായത് കഴിഞ്ഞ ദിവസം സ്ത്രീകള് പറയുമായിരുന്നു, ഞാനും സ്ത്രീകളെയൊക്കെ ഹിന്ദു കുടുംബത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നതാണല്ലോ. അപ്പൊ സ്ത്രീകളെ ഈ അവിടെ പുഷ്പഗിരിയില് MBBS പഠിക്കുന്ന സമയത്തായി വിശ്വാസത്തിലേക്ക് വരുന്നത്. അപ്പോ സ്ത്രീകളെ ബൈബിളൊക്കെ വായിക്കുന്ന കണ്ടിട്ട് ഒരു മുസ്ലിം പെങ്കൊച്ച്, മുസ്ലിം സുഹൃത്ത് പറഞ്ഞു, ഖുർആൻ കൂടെ വായിക്കും എന്ന് പറഞ്ഞു. അപ്പൊ സ്ത്രീകളെ പറഞ്ഞു, അത് വായിച്ചാൽ എങ്ങനെ മനസ്സിലാക്കാനല്ല, അത് വേറെ ഏതോ ഭാഷയിൽ എഴുതി വെച്ചിട്ടുള്ളതെന്ന്. ഞങ്ങളിന്നത് ഇന്ന് കണ്ട് എന്തോ പറയുന്ന കൂട്ടത്തിൽ ഞങ്ങളത് പറഞ്ഞ് ചിരിക്കുമായിരുന്നു. അപ്പം ഇന്ന് അത് പല പരിഭാഷയിലൊക്കെ അവരൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ പോലും ദൈവവചനം എല്ലാ ഭാഷകളിലേക്കും പകരപ്പെട്ടത് എത്ര വലിയൊരു അനുഗ്രഹമാണെന്നുള്ളൊരു കാര്യം നമുക്കറിയാം. അപ്പൊ അങ്ങനെ ആ സ്റ്റീഫനസ് എന്ന് പറയുന്ന അദ്ദേഹം, റോബർട്ട് എസ്റ്റീൻ എന്ന് പറയുന്ന അദ്ദേഹമാണ് 1555 ന്യൂ ടെസ്റ്റ്മെന്റ് വേഴ്സസ് ആയിട്ട് തിരിച്ചത്. ഓൾഡ് ടെസ്റ്റ്മെന്റ് അതേ ഈ നാഥാൻ പറയുന്ന അദ്ദേഹം ഓൾഡ് ടെസ്റ്റ്മെന്റ് വേർതിരിച്ച അതേ വേഴ്സ് ഡിവിഷൻ തന്നെ അത് അദ്ദേഹം ന്യൂ ടെസ്റ്റ്മെന്റിന് ഫോളോ ചെയ്തു എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ വായിക്കുന്നത്. പിന്നീട് വന്ന ജനീവ ബൈബിളിലും ഒക്കെ ഈ ചാപ്റ്റർ ഡിവിഷൻ വേഴ്സ് ഡിവിഷനും പിന്നീട് ഉള്ള നമ്മുടെ ഈ ബൈബിൾ വേർഷൻസിലെല്ലാം ഈ ചാപ്റ്റർ ഡിവിഷൻ വേഴ്സ് ഡിവിഷനൊക്കെ അങ്ങനെ വന്നു. ഞാൻ ചെറിയൊരു ചരിത്രം ചെറിയൊരു ആമുഖമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ എബ്രായ ലേഖനം എത്ര ചാപ്റ്റേഴ്സാ? 13 ചാപ്റ്റേഴ്സ്. എബ്രായ ലേഖനം നമ്മളൊന്ന് വായിച്ച അത് മനസ്സിലാക്കാൻ വളരെ കടുകെട്ടിയ ഇത് തോന്നുന്ന കാര്യങ്ങളാണ്. എന്നാൽ യഥാർത്ഥത്തില് ദൈവാത്മാവിനാൽ ആ കാര്യങ്ങളെയൊക്കെ ഗ്രഹിച്ചിട്ടുള്ള അനേകം ദൈവമനുഷ്യരുടെ ഉൾക്കാഴ്ചകളും ദൈവം നമ്മളെ ഉത്സാഹിപ്പിക്കുന്ന കാര്യങ്ങളും ഒക്കെ കൂടി നമ്മൾ മനസ്സിലാക്കുമ്പം എബ്രായ ലേഖനത്തിന്റെ ഒരു ക്ലൈമാക്സ് ആയിട്ടുള്ള ഒരു വാക്യം എവിടാന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 19-20 വാക്യങ്ങളാണെന്ന് പറയും. എന്ന് പറഞ്ഞാല് എബ്രായ ലേഖനം യഹൂദ ക്രിസ്ത്യാനികളെ
അവരെ പിന്മാറ്റത്തിൽ നിന്ന് ഉത്സാഹിപ്പിച്ച് അവരെ യഥാർത്ഥത്തിലുള്ള ദൈവമായിട്ടുള്ള ഒരു വലിയ സ്വസ്ഥതയിലേക്കുള്ള ദൈവത്തിന്റെ വാഗ്ദത്തത്തെ കുറിച്ച് അവരെ ഉത്സാഹിപ്പിക്കുന്ന ഒരു ലേഖനമാണ് എബ്രായ ലേഖനം. എന്ന് പറഞ്ഞാല് അവിടെ പഴയ നിയമത്തില് സമാഗമന കൂടാരത്തില് ഇപ്പം പൂച്ച എങ്ങനെ ഇട്ടാലും നാലുകാലം എന്ന് പറഞ്ഞതുപോലെ ഞാൻ എന്ത് പറഞ്ഞു തുടങ്ങിയാൽ അവസാനം സമാഗമന കൂടാരത്തിൽ എത്തുമെന്നുള്ള കാര്യം എന്നെ കേട്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം. അപ്പൊ പഴയ നിയമത്തില് ദൈവം തനിക്ക് വസിക്കുവാനായിട്ട് മോശയോട് സമാഗമന കൂടാരം ഉണ്ടാക്കാൻ പറയുന്ന ഒരു രംഗമൊക്കെ നമ്മൾ പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം മുതൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ആ സമാഗമന കൂടാരത്തിന്റെ അതേ മാതൃകയിലാണ് പിന്നെ ശലോമോനൊക്കെ ആലയം പണി കഴിപ്പിച്ചതും പിന്നീട് ആലയം പൊളിക്കപ്പെട്ടിട്ട് പിന്നീട് പണിയപ്പെടുമ്പോഴും ഇനിയിപ്പോ അവസാന കാലത്ത് ഇനി പണിപ്പെടാൻ പോകുമ്പോഴും ഒക്കെ ആ സമാഗമന കൂടാരത്തിന് അതേ മാതൃകയിലാണ് അത് വിശുദ്ധ സ്ഥലം പ്രാകാരം ആ മാതൃകയിലായി ഇതെല്ലാം ഇനി പണിയപ്പെടാൻ പോകുന്നതും ഇതുവരെ പണിയപ്പെട്ടിട്ടുള്ളതും ഒക്കെ ആ ഒരു ദൈവം കൊടുത്തിട്ടുള്ള ഒരു അളവും കാര്യങ്ങളും ഒക്കെ സമാഗമന കൂടാരത്തിന്റെ ഉള്ള അതിവിശുദ്ധ സ്ഥലത്തിന്റെ ഇരട്ടി ഉള്ള സൈസിലാണ് ശലോമോൻ അവിടെ ആലയം പണിത് ശലോമോന്റെ ആലയത്തിന്റെ അതിവിശുദ്ധ സ്ഥലം ഇരട്ടി ഡയമെൻഷൻസിലാണെന്നുള്ള കാര്യമൊക്കെ നമ്മളത് 1 രാജാക്കന്മാരുടെ പുസ്തകത്തിലൊക്കെ നമ്മളത് വായിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാല് പഴയ നിയമത്തില് ഒരു പഴയ നിയമ യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവന് മനസ്സിലാവുന്ന ചില കാര്യങ്ങളുണ്ട്. അന്ന് അവന് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ആക്സസ്, ഒരു പ്രവേശനം ഇല്ലായിരുന്നു. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അവന് അങ്ങനെ ചെന്ന് കയറാൻ പറ്റത്തില്ലായിരുന്നു. മറിച്ച് ആ യഹൂദന്മാരില് പൗരോഹിത്യ ശുശ്രൂഷ ഉണ്ടായിരുന്ന ലേവ്യ വംശത്തിലുള്ള പുരോഹിതന്മാരിൽ തന്നെ അന്ന് ആ ആണ്ടിലുള്ള മഹാപുരോഹിതന് മാത്രം വർഷത്തിൽ ഒരു ദിവസം മഹാപാപപ്രായശ്ചിത്ത ദിവസം, ഡേ ഓഫ് അറ്റോൺമെന്റ് അല്ലെങ്കിൽ യോം കുപ്പൂർ എന്നൊക്കെയാണ് അവരെ യഹൂദന്മാരുടെ ഭാഷയിൽ, എബ്രായ ഭാഷയിൽ യോം കുപ്പൂർ എന്ന് പറഞ്ഞാൽ ഈ മഹാപാപപ്രായശ്ചിത്ത ദിനം, ഡേ ഓഫ് അറ്റോൺമെന്റില് മാത്രം ആണ്ടിൽ ഒരിക്കൽ മാത്രമേ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് ഈ ദേവാലയത്തിന്റെ അതിപരിശുദ്ധ സ്ഥലത്താണ് ദൈവത്തിന്റെ ഷെക്കേന ഗ്ലോറി, ദൈവത്തിന്റെ മഹത്വം വസിച്ചിരുന്നത്. അവിടേക്ക് പ്രവേശിക്കുവാന് അവർക്ക് ആണ്ടിലൊരിക്കൽ മാത്രമേ സാധിക്കത്തുള്ളായിരുന്നു. അവിടെ ആ ദൈവത്തിന്റെ സന്നിധിയിലാണ് എന്നുള്ളത് ആനന്ദത്തിന് പരിപൂർണതയുണ്ടെന്നൊക്കെ ദാവീദ് പാടിയ കാര്യം നമുക്കറിയാം. നമുക്ക് ആ വാക്യം പരിചയമുണ്ടോ? 16-ാം സങ്കീർത്തനം, ഞാനിവിടെ എബ്രായർ 10:19-20 വരുന്നതിന് മുമ്പ് 16-ാം സങ്കീർത്തനത്തില് ദൈവത്തിന്റെ സന്നിധിയിൽ വസിക്കുവാന് ഒരുപാട് ആഗ്രഹിച്ച ഒരു ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനായിരുന്നു ആര്? ദാവീദ്. 27-ാം സങ്കീർത്തനത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ ഒരു കാര്യമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ, അത് തന്നെ ഞാൻ ചോദിക്കുന്നേ, അത് ദൈവത്തിന്റെ സന്നിധിയിൽ, ദൈവത്തിന്റെ ആലയത്തിൽ എപ്പോഴും വസിക്കുവാൻ വേണ്ടിയാണെന്ന് ദാവീദ് 27-ാം സങ്കീർത്തനത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ പറയുന്ന ഒരു കാര്യം നമുക്കറിയാം. അതേ ദാവീദ് തന്നെ 16-ാം സങ്കീർത്തനം എഴുതുമ്പോൾ 16-ാം സങ്കീർത്തനത്തിന്റെ അവസാനത്തെ വാക്യം, അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ എന്താ വായിക്കുന്നേ? ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും, നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്ത് ഭാഗത്ത് എന്നും പ്രമോദങ്ങളും ഉണ്ട്. അപ്പൊ ദൈവത്തിന്റെ സന്നിധിയിൽ എന്താ ഉള്ളേ? ദൈവത്തിന്റെ സന്നിധിയിൽ ഇപ്പൊ ചില സ്കൂളില്, ഇന്നത്തെ സ്കൂളുകളിൽ പണ്ടത്തെ സ്കൂളുകളിലൊക്കെ ഹെഡ് മാസ്റ്ററിന്റെ അടുത്ത് പോയാൽ നല്ല ചൂരലുണ്ട്, നല്ല അടി കിട്ടും, വഴക്ക് കിട്ടും. അപ്പൊ അവർക്ക് ഹെഡ് മാസ്റ്ററിന്റെ അടുത്ത് പോകാൻ, ഇന്നത്തെ ഹെഡ് മാസ്റ്ററൊക്കെ ആൾക്കാർ ഭീഷണിപ്പെടുത്തുന്ന രംഗമൊക്കെ നമ്മള് പത്രങ്ങളിലെയും ഇതൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നത്. ഇന്നത്തെ കഥ വേറെ. എന്നാ പണ്ട് കാലത്തൊക്കെ ഒരു അധ്യാപകൻ, പ്രധാന അധ്യാപകൻ എന്നൊക്കെ പറഞ്ഞാൽ അതുപോലെ ഭയഭക്തി ആദരങ്ങളോടെ. അപ്പം പ്രധാന അധ്യാപകൻ അടുത്ത് പോലും ഞാനൊക്കെ അങ്ങനെ ഉറുദുമത സ്കൂളിലായിരുന്നു പഠിച്ചത്. ഇപ്പോഴും അവിടെ വർഷങ്ങൾക്ക് ശേഷം അവിടുത്തെ കടന്നു ചെല്ലുമ്പോൾ ഇതായിരുന്നു പ്രിൻസിപ്പൽ സിസ്റ്ററിന്റെ റൂമിന്റെ അടുത്തേക്ക് എന്ന് പറയുമ്പോൾ വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമേ നമ്മൾ അങ്ങോട്ടൊക്കെ പോകത്തുള്ളൂ. അത് ഞങ്ങൾക്ക് വളരെ സ്ട്രിക്റ്റ് ആയിട്ടൊരു സിസ്റ്റർ ഇപ്പം എവിടെയാണെന്ന് അറിയത്തില്ല, പ്രസനാമീർ എന്ന് പറയുന്ന സിസ്റ്ററൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര സിസ്റ്ററിന്റെ ഒരു സ്ട്രിക്ട്നെസ് കാരണം അതുപോലെ അത്ര നല്ല ഡിസിപ്ലിൻ ഒക്കെ അന്ന് സ്കൂളിലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വെച്ചാല് ആ ഒരു പ്രധാന അധ്യാപകന്റെ അടുത്തേക്ക് അത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളോ അങ്ങനെ അത്രയൊക്കെ ആവശ്യം ഉണ്ടെങ്കിലൊക്കെ നമ്മൾ അങ്ങോട്ട് ചെന്ന് പെടത്തുള്ളൂ എന്താ ഇതെല്ലാം സൃഷ്ടിച്ച ദൈവത്തിന്റെ സന്നിധിയിൽ എന്താ ഉള്ളേ? അപ്പം അന്ന് പഴയ നിയമത്തില് ദൈവം
ദൈവം സിനായി പർവ്വതത്തില് തന്നെ തന്നെ വെളിപ്പെടുത്തുമ്പോൾ അതിന്റെ അതിഭയങ്കരത്വമായിട്ടുള്ള ആ ഇടിമിന്നലും ആ മുഴക്കവും പുകയും എല്ലാം കൂടെ കണ്ടിട്ട് മനുഷ്യരെന്താ പറഞ്ഞു, അയ്യോ ദൈവം ഞങ്ങളോട് സംസാരിക്കണം, മോശം സംസാരിച്ചാൽ മതി. എന്നുവെച്ചാല് ദൈവത്തിന്റെ ആ ഒരു മഹത്വത്തിന്റെ വലിയ അതിഭയങ്കരത്വം ഒന്നും അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കത്തില്ലായിരുന്നു. മോശം ഞങ്ങളോട് സംസാരിച്ചാൽ മതി, ദൈവം ഞങ്ങളോട് സംസാരിക്കാൻ പേടിയാവുന്നു എന്ന് പറയുന്ന ഒരു തരത്തിലായിരുന്നു. അതുപോലെ അത്ര ശക്തനായ ഒരു ദൈവമാണ്. വാട്ട് എ മൈറ്റി ഗോഡ് ബി സെർവ് എന്ന് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ ദൈവത്തെ ഒരു ഇടയനായിട്ട് കണ്ട് കർത്താവിന്റെ ഇടയനാകുന്നു, യഹോവന്റെ ഇടയനാകുന്നു എന്ന് ഇനോ വചനം എഴുതിയ, കീർത്തനം എഴുതിയ ദാവീദ് എന്താ പറയുന്നേ? ഈ ദാവീദ് ഹു ഇസ് ദ യങ്ങസ്റ്റ് റൈറ്റർ ഓഫ് ദ സ്ക്രിപ്റ്റേഴ്സ്, ഏറ്റവും ഈ ഇത്രയും തിരുവചനം എഴുതിയതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ MP, പ്രായം കുറഞ്ഞ MLA എന്നൊക്കെ പറഞ്ഞ് ഒരിടത്തില് നമ്മള് പത്രത്തിലൊക്കെ വരുന്നുണ്ട് അല്ലേ. ഏറ്റവും പ്രായം കുറഞ്ഞ തിരുവചനം എഴുത്തുകാരൻ ആരാന്ന് ചോദിച്ചാൽ ആരായിരുന്നു? ദാവീദായിരുന്നു. ദാവീദ് ഒരു ഇടയ ബാലകനായിരുന്നപ്പോൾ തന്നെ 23-ാം സങ്കീർത്തനം എഴുതുമ്പം, ഇടയ ബാലകനായിരുന്നപ്പം തന്നെ അവന് ഈ സങ്കീർത്തനം പിന്നീട് തിരുവചനമായി തീർന്ന ഈ സങ്കീർത്തനം എഴുതുമ്പം ഹി വാസ് യങ്ങസ്റ്റ് റൈറ്റർ ഓഫ് സ്ക്രിപ്റ്റേഴ്സ് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ആ ദാവീദ് ദൈവത്തിന്റെ ആ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന്, ദാവീദിന് ശരിയാണ് പിൽക്കാലത്ത് ഒത്തിരി വീഴ്ചയും കാര്യങ്ങളും കുറവുകളൊക്കെ ഉണ്ടായി, പിന്നീട് മനസാന്തരം ഉണ്ടായി, എല്ലാം ശരി തന്നെ. എന്നാ അവന്റെ ആ ഒരു ആരംഭകാലത്ത്, അവന്റെ ആ കൗമാരക്കാലത്ത്, യൗവനകാലത്ത് ദൈവത്തിന് വേണ്ടിയുള്ള ഒരു ഹൃദയം ഉണ്ടായിരുന്നു. ദൈവത്തിന് വേണ്ടി പാട്ടും പാടി അവന് തന്റെ ഒരു ആടിനെ രക്ഷിക്കാനായിട്ട് അവന് സിംഹത്തെയും കരടിയൊക്കെ തോൽപ്പിച്ചു. ഒരു സിംഹവും കരടിയൊക്കെ ആടിനെ തിന്നാൻ വരുമ്പം സിംഹത്തെയും കരടിയൊക്കെ കൊന്ന് ഈ ആടിനെ രക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് മാനുഷികമായിട്ട് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. ദാവീദിനെ കൊണ്ട് അന്ന് ദൈവം ചെയ്യിപ്പിച്ച ദാവീദ് ആ കാര്യങ്ങളൊക്കെ 1 ശമൂവേൽ 17-ാം അധ്യായത്തിലൊക്കെ അത് പറയുന്ന ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ആ ദാവീദ് ദൈവത്തിന്റെ ആ ഹൃദയത്തിലേക്ക് കയറി ചെന്ന ദാവീദ് പറയുവാണ്, ദൈവത്തിന്റെ സന്നിധിയിൽ എന്താ ഇപ്പൊ നമ്മൾ വായിച്ചേ 16-ാം സങ്കീർത്തനത്തിന് 11-ാമത്തെ വാക്യത്തില്, അവന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും അവന്റെ വലതു ഭാഗത്ത് എന്താ എന്നും പ്രമോദങ്ങള്. കർത്താവിന്റെ വലതു ഭാഗത്ത് ആരാ ഉള്ളേ? കർത്താവിന്റെ വലതു ഭാഗത്ത് കർത്താവിന്റെ കാന്തയാ ഉള്ളേ. നമ്മുടെ സങ്കീർത്തനം 46-ാം സങ്കീർത്തനത്തിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ മണവാളന്റെ വലതു ഭാഗത്ത് ആരാ നിൽക്കുന്നത് നമ്മളവിടെ വായിക്കുന്നുണ്ട്. 45-ാം സങ്കീർത്തനത്തിന്റെ 9-ാമത്തെ വാക്യം, നിന്റെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികളുണ്ട്, നിന്റെ വലതു ഭാഗത്ത് രാജ്ഞി ഓഫീർ തങ്കം അണിഞ്ഞു നിൽക്കുന്നു. രാജാവിന് വലതു ഭാഗത്ത് ആരാ? രാജ്ഞി, വാമഭാഗം എന്നൊക്കെ പറയും വലതു ഭാഗത്ത്. അതുകൊണ്ട് ക്രിസ്തീയ ആയിട്ടുള്ള വിവാഹങ്ങളില് ദൈവജനത്തിന്റെ ആ വിളിച്ചുള്ളവര് എന്താ വരന്റെ വലത്താണ് വധുവിനെ നിർത്തുന്നത്. അതാണ് യഥാർത്ഥത്തിൽ ദൈവജനത്തിന്റെ ഒരു ഓർഡർ. അത് വലിയത് ഒരു കാര്യമാണ്. അതിപ്പം ആരെങ്കിലും അത് അറിയാതെ അനുസരിക്കാതെ പോയാൽ അതൊന്നും വലിയ കുറ്റകൃത്യമാണെന്നൊന്നും അല്ല പറഞ്ഞത്. എങ്കിലും വചനത്തിൽ കാണുന്ന ഒരു ഓർഡർ നമ്മളതാ കാണുന്നത്. വരന്റെ വലതു ഭാഗത്ത് വേണം വധു നിൽക്കാൻ. അപ്പൊ കർത്താവിന്റെ വലതു ഭാഗത്താണ് നിത്യപ്രമോദങ്ങളും ഉണ്ടെന്ന നമ്മൾ സങ്കീർത്തനം 16-ന്റെ 11 നമ്മൾ വായിച്ച്. എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വലതു ഭാഗത്താണ് കർത്താവിന്റെ കാന്തയായിട്ട് നമ്മളെ ചേർപ്പാനായിട്ട് കർത്താവ് ആയിരിക്കുന്നത്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നത് ഈ എബ്രായ ലേഖനത്തിന്റെ കാര്യം പറഞ്ഞിട്ട് പെട്ടെന്ന് ഈ സങ്കീർത്തനത്തിലേക്ക് പോയെന്ന് പറഞ്ഞാല്, എബ്രായ ലേഖനത്തിൽ ഈ 10-ാം അധ്യായത്തിന്റെ 19-20 വാക്യങ്ങളിലാണ് അതിപരിശുദ്ധ സ്ഥലത്തേക്കുള്ള ഒരു വഴി നമുക്ക് യേശു കർത്താവ് തുറന്നിട്ടിരിക്കുന്ന ഒരു കാര്യം, ഒരു ജീവനുള്ള പുതുവഴി പ്രതിഷ്ഠിച്ച കാര്യം നമ്മൾ എബ്രായർ 10-ാം അധ്യായത്തിന്റെ 19-20 വാക്യങ്ങളിലാണ് വായിക്കുന്നത്. അപ്പൊ പഴയ നിയമത്തില് അങ്ങനെ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് ആർക്കും കടന്നു ചെല്ലാൻ പറ്റത്തില്ലായിരുന്നു. അന്ന് ഈ ആണ്ടിലൊരിക്കലെ മഹാപാപപ്രായശ്ചിത്ത ദിനത്തില് നമ്മള് ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് വായിക്കുന്നുണ്ട്. അപ്പോ മഹാപുരോഹിതൻ ഒരുപാട് സാക്രിഫൈസസ്, യാഗങ്ങൾ തനിക്കായിട്ടും തന്റെ ജനത്തിനായിട്ടും ഒക്കെ യാഗങ്ങളൊക്കെ അർപ്പിച്ച് വളരെ ഭയഭക്തി ബഹുമാനത്തോടെ വേണം അകത്ത് ചെല്ലാൻ. എന്ന് വെച്ചാല് എന്തെങ്കിലും കുറവോ കുറ്റമോ ഉണ്ടെങ്കിൽ അവിടെ മഹാപുരോഹിതൻ ചിലപ്പോൾ മരിച്ചു വീണേക്കാം. അപ്പോ യഹൂദ പാരമ്പര്യം പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാല്, അത് ബൈബിളിൽ പറഞ്ഞിട്ടില്ല, എന്നാൽ പഴയ ചില യഹൂദ എഴുത്തുകളിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അന്ന് മഹാപുരോഹിതൻ ഒരുപക്ഷെ മരിച്ചു വീണേക്കാം. അപ്പൊ അതുകൊണ്ട് മരിച്ചു വീണ മഹാപുരോഹിതന് മൃതദേഹം എടുക്കാൻ വേണ്ടി വേറെ ആരെങ്കിലും അകത്തോട്ട് കയറാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യും അവര്? മഹാപുരോഹിതന്റെ അരയിലോ അല്ലെങ്കിൽ കാലിലോ ഒരു തുണി പോലെ, കയറ് പോലെ, തുണി പോലെ അത് കെട്ടി അതിന്റെ ഒരറ്റം
ഇപ്പുറത്ത് ഈ വിശുദ്ധ സ്ഥലത്തൊക്കെ ഇരിക്കുന്നവരെ വെച്ചേക്കും. അഥവാ അനക്കമൊന്നും ഇല്ല, എല്ലാം കാറ്റ് പോയെന്ന് തോന്നുന്നു എന്നുണ്ടെങ്കിൽ അവര് പിന്നെ കുറെ കഴിഞ്ഞിട്ട് അനക്കമൊന്നും ഇല്ലെങ്കിൽ പിന്നെ പിന്നെ വലിച്ചെടുക്കണം. അതുപോലത്തെ അവസ്ഥ എന്ന് വെച്ചാൽ അത്രമാത്രം ദൈവത്തിന്റെ അതിഭയങ്കരത്വം, ദൈവത്തിന്റെ ആ മഹത്വം, തേജസ്, അതുപോലുള്ള ആ ഒരു അത്ര വലിയവനായൊരു ദൈവമാണ് നമുക്കുള്ളത്. അത്ര തീക്ഷ്ണതയുള്ളൊരു ദൈവമാണ്. എന്നാൽ ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഇന്ന് യേശു കർത്താവിന്റെ പൂർണ്ണമായിട്ടുള്ള ആ ഒരു പുണ്യാഹയാഗത്താൽ എനിക്ക് എന്നും എപ്പോഴും ദൈവത്തിന്റെ സന്നിധിയിലേക്കുള്ള ഒരു പ്രവേശനം ലഭിച്ചിരിക്കുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന് 19-20 വാക്യങ്ങളിൽ വായിക്കുന്നത്. അപ്പൊ ആ ദൈവത്തിന്റെ സന്നിധിയിൽ എന്തുണ്ട്? ആനന്ദത്തിന് പരിപൂർണതയുണ്ട്. അവിടെയാണ് യഥാർത്ഥത്തിൽ സ്വസ്ഥതയുള്ളത്. നമ്മൾ എബ്രായ ലേഖനം വായിക്കുവാണെങ്കിൽ അവിടെയും യേശു കർത്താവാണ്, അവിടുന്ന് ദൈവമാണ്. കർത്താവിന്റെ ദൈവത്വത്തെ കുറിച്ച് അതിന്റെ 1-ാമത്തെ അധ്യായത്തിലൊക്കെ വർണ്ണിച്ചിട്ട് കർത്താവ് എങ്ങനെ ദൂതന്മാരിലും മേലെയാണ്, കർത്താവ് പഴയ നിയമത്തിന്റെ മീഡിയേറ്റർ ആയിട്ടുള്ള, പഴയ നിയമത്തിന്റെ മധ്യസ്ഥനായിട്ടുള്ള മോശയ്ക്ക് മേലെയാണെന്നുള്ള കാര്യമൊക്കെ എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൽ പിന്നീട് 2 അധ്യായത്തിലും ഒക്കെ പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് കനാൻ ദേശത്തേക്ക് ഇസ്രായേൽ മക്കളെ ദൈവം വിളിച്ചതുപോലെ ആ ഒരു കനാന്യമായ ഒരു സ്വസ്ഥത, കനാൻ ദേശം ഒരു സ്വസ്ഥതയുടെ ദേശമാണ്, ലാൻഡ് ഓഫ് റെസ്റ്റ്. അതുപോലെ ഒരു സ്വസ്ഥതയുടെ ജീവിതത്തിലേക്ക് നമ്മളെ നയിച്ചിരിക്കുന്നത്, അതിലേക്ക് നമുക്ക് ദൈവം അതിലേക്ക് നയിക്കാനായിട്ട് നമുക്കൊരു മഹാപുരോഹിതനായിട്ടാണ് യേശു കർത്താവ് മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള ഒരു മഹാപുരോഹിതനായിട്ട് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യമൊക്കെയാണ് എബ്രായ ലേഖനത്തെ നമ്മൾ വായിക്കുന്നത്. പഴയ നിയമത്തിൽ ലേവ്യ വംശമായിരുന്നെങ്കിൽ എന്ന ലേവ്യ വംശത്തെക്കാട്ടിലെ മേൽത്തരമായ മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമാണ്, ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലോട്ടൊന്നും പോകുന്നില്ല, ക്രമപ്രകാരമാണ് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് അങ്ങനെ ഒരു മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള ഒരു മഹാപുരോഹിതനായിട്ട് വന്നിരിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ട് ഈ സ്വസ്ഥതയിലേക്കുള്ള ഒരു വാഗ്ദത്വത്തെ കുറിച്ച് എബ്രായർ 4-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താ, നമുക്ക് സ്വസ്ഥമായിട്ട് ബാക്കി എന്തെല്ലാം പ്രശ്നങ്ങളോ പ്രതികൂലങ്ങളോ പ്രലോഭനങ്ങളോ കാര്യങ്ങളോ ഒക്കെ നടക്കുമ്പോഴും അതിന്റെ എല്ലാം മധ്യത്തില് പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങത്തിൽ എന്ന് പറയുന്നതുപോലെ എന്തെല്ലാം കുലുക്കങ്ങളും ഷേക്കിങ്ങും ഒക്കെ ഭൂമുഖത്ത് ഉണ്ടാവുമ്പോഴും സ്വസ്ഥതയോടെ കർത്താവിന്റെ മാർവിൽ വിശ്രമിക്കുന്ന ഒരു ജീവിതം, അതാണ് യഥാർത്ഥത്തിലുള്ള ഒരു ക്രിസ്തീയ ജീവിതം. ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും എന്നിൽ നിങ്ങൾക്ക് സമാധാനമുണ്ട്. അതിനുവേണ്ടി ഞാനിത് പറഞ്ഞിരിക്കുന്നതെന്ന് എവിടെ യോഹന്നാൻ 16-ാം അധ്യായത്തിന് 33-ാമത്തെ വാക്യത്തില് കർത്താവ് പറയുന്നു. അതുകൊണ്ട് ധൈര്യപ്പെടുവിൻ, ടേക്ക് കറേജ്, ഐ ഹാവ് ഓവർകം ദ വേൾഡ്. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഇൻ ദ വേൾഡ് യു ഹാവ് ട്രിബുലേഷൻ ബട്ട് ഇൻ മീ യു ഹാവ് പീസ്. ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എന്നാൽ എന്നിൽ നിങ്ങൾക്ക് സമാധാനമുണ്ട്. അപ്പൊ കർത്താവില് യഥാർത്ഥത്തില് ലോകത്ത് പല കഷ്ടങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട്, ശരിയാണ്. നമ്മൾ ലോകത്തായിരിക്കുമ്പം രോഗങ്ങളോ പ്രശ്നങ്ങളോ പ്രതികൂലങ്ങളോ സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കങ്ങളോ പ്രശ്നങ്ങൾ, അങ്ങനെ പല വിധത്തിലുള്ള അനിശ്ചിതത്വങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ യഥാർത്ഥത്തിലുള്ള ഒരു ദൈവവചനം തന്നെ തന്നെ സമ്പൂർണ്ണമായിട്ടും താഴ്ച ദൈവഹിതത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവനിൽ വന്ന് നിറയുമ്പോൾ അവന് വലിയൊരു സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുക, ആ സ്വസ്ഥതയുടെ ഒരു ജീവിതം, ആ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കേണ്ട ഒരു വാഗ്ദത്വം ഉണ്ടെന്ന് എബ്രായർ 4-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുന്ന ആ സ്വസ്ഥത എവിടാണെന്ന് ചോദിച്ചാൽ ഈ അതിപരിശുദ്ധ സ്ഥലത്ത് ദൈവത്തിന്റെ സന്നിധിയിലാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണ സന്തോഷമുണ്ടെന്ന് നമ്മളിപ്പം സങ്കീർത്തനം 16-ന്റെ 11 വായിച്ചു. സമാധാനം മാത്രമല്ല, സന്തോഷത്തിന്റെ പൂർണ്ണത എവിടാ ഉള്ളത്? ഈ കർത്താവിന്റെ സന്നിധിയിലാണ് ഉള്ളത്. ആ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉള്ള ഒരു വഴി, ജീവനും പുതുതും ജീവനുമുള്ള മാർഗം, ഞാൻ അതും കൂടെ വായിച്ച് നമുക്കങ്ങ് പതുക്കെ കൺക്ലൂഡ് ചെയ്യാം. നമുക്ക് എബ്രായർ 10-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ, അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി നാം മലയാളത്തിൽ സത്യവേദ പുസ്തകത്തിൽ എഴുതിയേക്കുന്ന ജഡം എന്ന തിരശ്ശീലയിൽ കൂടെ എന്നാണ് ശരിക്കും എന്റെ ട്രാൻസ്ലേഷൻ വേണ്ടത്. സാക്സ് എന്ന് പറയുന്നൊരു ഗ്രീക്ക് വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷ് NASBയിലൊക്കെ ത്രൂ ദ വീൽ ദാറ്റ് ഇസ് ഹിസ് ഫ്ലഷ് എന്ന് കറക്റ്റ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ജഡം എന്നാണ് അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. സാക്സ് എന്ന് പറഞ്ഞ് അതവിടെ ഉപയോഗിച്ചിരുന്നത്. തന്റെ ജഡം എന്ന് പറഞ്ഞാല് സ്വന്തം ഇഷ്ടമാണ് ജഡം എന്ന് പറയുന്നത്. കർത്താവ് പറഞ്ഞു, ഞാൻ എന്റെ ഇഷ്ടം ചെയ്യാനല്ല പിതാവിന്റെ ഇഷ്ടം ചെയ്യാൻ അത്ര ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നതെന്ന് യോഹന്നാൻ 6:38 നമ്മൾ വായിക്കുന്നുണ്ട്. യോഹന്നാൻ 5:30 അതേ കാര്യം തന്നെ, ഞാൻ എന്റെ ഇഷ്ടമല്ല പിതാവിന്റെ ഇഷ്ടം അത്രേ അന്വേഷിക്കുന്നതെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവ് ക്രൂസിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഗെത്സമനെ തോട്ടത്തിൽ മത്തായി 26:39 വാക്യത്തിൽ എന്താ വായിക്കുന്നത്? എന്റെ ഇഷ്ടമല്ല പിതാവേ, അവിടുത്തെ ഇഷ്ടമാകട്ടെ. അപ്പൊ കർത്താവിന്റെ ജീവിതത്തിൽ ഉടനീളം കർത്താവിന്റെ ഒരു സ്വന്തം ഇഷ്ടം, കർത്താവ് ഒരു മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്നപ്പോൾ കർത്താവ് ദൈവമായിരിക്കെ, ദൈവത്തിന്റെ വചനമായിരിക്കെ പിതാവിന്റെ ഇഷ്ടവും യേശുവിന്റെ ഇഷ്ടം ഒന്നായിരുന്നു. എന്നാൽ യേശു ഭൂമിയിലേക്ക് വന്നപ്പോൾ കർത്താവിനൊരു സ്വന്തമായിട്ടൊരു ഇഷ്ടം ഉണ്ടായിരുന്നു ഒരു മനുഷ്യൻ എന്ന നിലയിൽ. എന്നാൽ
തന്റെ ഇഷ്ടം ഒന്നും ചെയ്യാതെ ആ സ്വന്തം ഇഷ്ടത്തെ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവ് എന്റെ ഇഷ്ടം പോലില്ല, അവിടുത്തെ ഇഷ്ടം ചെയ്യുവാനാണ് ഞാൻ ഈ വന്നിരിക്കുന്നത്. നമുക്കൊരു മുന്നോടിയാകാൻ വേണ്ടി കർത്താവ് അങ്ങനെ ഒരു നമ്മെ പോലെയുള്ള ഒരു ജഡത്തില് പാപ പാപജഡത്തിന്റെ സാദൃശ്യത്തിലാണ് കർത്താവ് വന്നിരിക്കുന്നത് എന്നൊക്കെ നമ്മൾ റോമർ 8-3 വാക്യത്തിൽ വായിക്കുന്നുണ്ട്. പാപജഡത്തിലല്ല, കർത്താവ് പരിശുദ്ധാത്മാവിന് ഉരുവായവനാണ്. കർത്താവിൽ പാപമില്ല, എന്നാൽ ആ പാപജഡത്തിന്റെ സാദൃശ്യം നമ്മെ പോലെ ഒരു ജഡം, എന്നാൽ അതിൽ പാപമില്ലായിരുന്നു. നമ്മെ പോലെ എല്ലാത്തിനും പരീക്ഷിക്കപ്പെടാവുന്ന ഒരു ജഡമായിരുന്നു, എന്നാൽ പരീക്ഷിക്കപ്പെട്ടു എന്നാണ് നമ്മൾ എബ്രായർ 4:16-15 നമ്മൾ വായിക്കുന്നത്. അപ്പൊ അങ്ങനെ കർത്താവ് തന്നെ ജഡമാകുന്ന തിരശ്ശീല, ക്രൂസിൽ കർത്താവിന്റെ ദേഹം മുകളിൽ നിന്ന് താഴോട്ട് ചീന്തപ്പെട്ടതെന്ന് നമ്മൾ വായിക്കുന്നില്ല. ദേഹം ശരിയാണ്, ചാട്ടവാറടിക്കുകയും മുൾക്കിരീടവും എല്ലാം രക്തം വാർന്നൊഴുകുന്നുണ്ടായിരുന്നു. എന്നാൽ കർത്താവിന്റെ ആ സ്വന്തം ഇഷ്ടമാകുന്ന ആ തിരശ്ശീല, ആ തിരശ്ശീല എന്ന് പറഞ്ഞാൽ വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും വേർതിരിക്കുന്നതാണ് ഈ തിരശ്ശീല എന്ന് നമ്മൾ പുറപ്പാട് പുസ്തകം 26-30 വാക്യത്തിലൊക്കെ നമ്മളത് വായിക്കുന്നുണ്ട്. അതിവിശുദ്ധ സ്ഥലത്തിനും വിശുദ്ധ സ്ഥലത്തിനും ഇടയിലുള്ള കട്ടിയുള്ള തിരശ്ശീലയുടെ കാര്യം. അപ്പൊ ആ ദേഹം ജഡം എന്ന തിരശ്ശീലയിൽ കൂടെ നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിന് മേലുള്ള ഒരു മഹാപുരോഹിതനും നമുക്ക് ഉള്ളത് കൊണ്ട് എന്ന് പറഞ്ഞ് അങ്ങ് പോവുക. ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ അവിടെ കർത്താവ് നമുക്ക് അതിപരിശുദ്ധ സ്ഥലത്തേക്കുള്ള ഒരു ജീവനുള്ള ഒരു പുതുവഴി നമുക്ക് തുറന്നിട്ടുണ്ട്. പിന്നെ ജഡമാകുന്ന തിരശ്ശീല ചിന്തിക്കൊണ്ട് ഞാൻ ഈ പറഞ്ഞു വന്നതിന്റെ സാരം ഇത്രയേ ഉള്ളൂ. കർത്താവ് അതിപരിശുദ്ധനായ ദൈവം ഒരു സ്വസ്ഥതയുള്ള ഒരു ജീവിതത്തിലേക്ക് നമ്മളെ വിളിക്കുന്നത്, സ്വസ്ഥതയും സമാധാനവും നിറഞ്ഞൊരു ജീവിതത്തിലേക്ക് നമ്മളെ വിളിക്കുന്നത്. അത് നമ്മൾ എബ്രായർ 4:1 ആ സ്വസ്ഥത എന്നുള്ളൊരു വാഗ്ദത്തം നിങ്ങൾക്കുണ്ട്. നിങ്ങൾ അതിലേക്ക് പ്രവേശിക്കാതെ ക്ഷീണിച്ചും എടുത്ത് പോകരുത്. പല പ്രതികൂലങ്ങളും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ നിങ്ങൾ ക്ഷീണിച്ചും പിന്മാറി പോകരുത് എന്നൊക്കെയുള്ള കാര്യമൊക്കെയാണ് നമ്മൾ എബ്രായ ലേഖനം 4 തുടർന്നുള്ള അധ്യായത്തിലും ഒക്കെ നമ്മൾ വായിക്കുന്നത്. അപ്പൊ ദൈവം നമുക്കും നമ്മുടെ ജീവിതത്തിന് പല പ്രശ്നങ്ങളോ പ്രതികൂലങ്ങളോ ഒക്കെ വരുമ്പം നമ്മളങ്ങ് മടുത്ത് പിന്മാറി പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അയ്യോ ഇതൊക്കെ എന്തിനാ, ഇതൊക്കെ അയ്യോ ഇനിയിപ്പോ ലോകകാരെ പോലെ അങ്ങ് ജീവിച്ചാൽ മതി, ദൈവത്തെ വിളിച്ചിട്ട് കാര്യമില്ല, കർത്താവിന്റെ പ്രാർത്ഥന കേട്ടില്ല, കർത്താവിനെ കൈവിട്ടോ, കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന നമ്മളോട് കർത്താവ് എന്താ പറയുന്നേ? യേശു കർത്താവ് പോയ ഒരു ജീവനുള്ള പുതുവഴിയുണ്ട്, അതിലൂടെ പോയാൽ നിനക്ക് അസ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാം, അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാം. അങ്ങനെ കർത്താവ് ഓട്ടം തികച്ച് പിതാവിന്റെ സിംഹാസനത്തെങ്കിൽ ഇരിക്കുന്നത് പോലെ നമുക്കും ആ കർത്താവിനെ നോക്കി ഈ ഓട്ടം വിശ്വാസത്തോടെ, ഈ ഓട്ടം സ്ഥിരതയോടെ ഓടാം എന്നൊക്കെയാണ് ഇത് കഴിഞ്ഞിട്ട് എബ്രായർ 12-1-2 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. ഇന്ന് നമ്മളോട് കർത്താവ് എന്താ പറയുന്നത്? ഈ കർത്താവ് പോയ ആ വഴിയിലൂടെ പോകാൻ ദൈവം നമ്മളെ കുറിച്ച് വിളിക്കുന്നത്. നമ്മൾ ലോകത്തിന്റെ വഴിയെ പോവുകയാണെങ്കിൽ നമുക്ക് സ്വസ്ഥതയില്ല. ലോകക്കാർ ചിന്തിക്കുന്നത് പോലെ ലോകക്കാരെന്താ ചിന്തിക്കുന്നത്? ലോകത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പണം, മനുഷ്യമാനം, ജഡിക സുഖങ്ങൾ, മണി, ഓണ പ്ലഷേഴ്സ്, കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം എന്ന് 1 യോഹന്നാൻ 2:16. അതാണ് ലോകത്തിന്റെ ചിന്ത. നമ്മളും അതേ വഴിയെ തന്നെ, നമ്മൾ ക്രിസ്ത്യാനികളാന്ന് പറയും, നമ്മളും മനുഷ്യരെന്ത് പറയൂ, അവരെന്ത് പറയും, ഇവരെന്ത് പറയും, മറ്റുള്ള മനുഷ്യരെ ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ, മനുഷ്യരിൽ മതിപ്പുളവാക്കാൻ വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുന്നു. അല്ലെങ്കിൽ പണം നമുക്ക് വേണം എന്നാൽ നമ്മൾ അതിനുവേണ്ടി നീതിപരമായിട്ടുള്ള കാര്യങ്ങളിലൂടെയൊക്കെ പണത്തിന് വേണ്ടി പോകുന്നു. അല്ലെങ്കിൽ പണത്തെ സ്നേഹിച്ച് പണം കൊണ്ട് വാങ്ങിക്കാൻ പറ്റുന്ന കാര്യങ്ങളെ അങ്ങ് പറ്റിപ്പിടിച്ച് അങ്ങനെ ലോകക്കാരെ പോലെ നമ്മൾ പണത്തിന് പിന്നാലെയും ജഡിക സുഖങ്ങൾക്ക് പിന്നാലെയും മനുഷ്യമാനത്തിന് പിന്നാലെയൊക്കെ അങ്ങ് പോകുമ്പോൾ നമുക്ക് എന്താ സ്വസ്ഥതയില്ല, മറിച്ച് അസ്വസ്ഥതയും അസംതൃപ്തിയും കയ്പും പ്രശ്നങ്ങളും നിരാശയും ഒക്കെയാണ്. നമ്മൾ തന്നെ അങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാൽ വിശ്വാസത്തിൽ തന്നെ ചിലപ്പോൾ വീണുപോയേക്കാം. അതുപോലുള്ള ഒരു വാർണിങ്ങും കാര്യങ്ങളും എല്ലാം നമ്മൾ എബ്രായ ലേഖനം 6-10 ഒക്കെ അത് വായിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ മാനസാന്തരപ്പെട്ട് കർത്താവിന്റെ ആ സ്നേഹത്തെ കണ്ട്, കർത്താവേ അവിടുന്ന് പോയ ആ വഴി, അവിടുന്ന് ഒരു ജീവനുള്ള പുതുവഴി എനിക്ക് വേണ്ടി പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അവിടുന്ന് ജഡമെന്ന തിരശ്ശീല ചീന്തിയാണ് ആ ജീവനുള്ള പുതുവഴി എനിക്ക് വേണ്ടി പ്രതിഷ്ഠിച്ചത്. ജഡമെന്ന തിരശ്ശീല ഇന്ന് എന്റെ ജീവിതത്തിലും എനിക്ക് ദൈവം ഒരു ജഡം തന്നിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ ഒരു ജഡമുണ്ട്. എന്താ? എന്റെ സ്വന്തം ഇഷ്ടം. ജഡം എന്ന് പറഞ്ഞാൽ ഫ്ലഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ഇഷ്ടം, സെൽഫ് വിൽ. അവിടെ കർത്താവേ അവിടുന്ന് ആ ഗത്സമന തോട്ടത്തിലും കർത്താവിന്റെ ജീവിതത്തിൽ ഉടനീളം കർത്താവ് പറഞ്ഞതുപോലെ എന്റെ ഇഷ്ടമല്ല പിതാവിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞ് നമ്മൾ ഓരോ പല പ്രശ്നങ്ങളോ പ്രതികൂലങ്ങളോ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പം, ഇന്ന് തന്നെ ഒരു ചെറുപ്പക്കാരൻ എന്തൊക്കെ പറയുമായിരുന്നു, അങ്കിളെ പഠിക്കാനിരിക്കുമ്പോൾ അങ്ങ് പഠിക്കാൻ തോന്നുന്നില്ല, കുറച്ച് കഴിയുമ്പോൾ ഇൻട്രസ്റ്റ് ഒക്കെ അങ്ങ് പോകുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ നമ്മുടെ ഫീലിങ്സിലേക്കല്ല നോക്കേണ്ടത്, നമ്മുടെ യേശുവിലേക്ക് നോക്കണം. നമ്മളെ അങ്ങ് അവിടെ താഴ്ത്തി ഏൽപ്പിച്ച് കർത്താവേ പഠിക്കാൻ തോന്നിയാലും ഇല്ലേലും
കർത്താവിനെ നോക്കി എന്റെ ഉത്തരവാദിത്തങ്ങൾ ഞാനങ്ങ് ചെയ്യുന്നു. പല പല കാര്യങ്ങളും പലവിധമായിട്ടുള്ള ഡിസ്ട്രാക്ഷൻസും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മൾ അതിലേക്കൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ച നമ്മളങ്ങ് ഒരു ജഡിക ക്രിസ്ത്യാനിയായിട്ട് മാറും. എന്നാൽ ഏതൊരു സാഹചര്യത്തിലും നമ്മളെ തന്നെ അങ്ങ് താഴ്ത്തി പരിശുദ്ധാത്മാവിന്റെ പ്രേരണയിൽ നമ്മളെ തന്നെ അങ്ങ് താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മ നമ്മളിലൊന്ന് നിറഞ്ഞ് യേശുവിനെ നമുക്ക് കാണിച്ചു തരും. യേശു കർത്താവ് എങ്ങനെയാ പോയത്? സ്വന്തം ഇഷ്ടമൊന്നും ചെയ്യാതെ ജഡമാകുന്ന തിരശ്ശീല തന്നെ ജീവിതത്തിൽ ചീന്തി. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജഡത്തെ ചീന്തുവാനായിട്ട് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവത്തിന്റെ വചനം എന്ന ആ ഇരുവായുധത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ള ദൈവവചനമാകുന്ന വാളെന്നൊക്കെ ഇതേ എബ്രായർ 4:12 നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തിന്റെ വചനത്തിന്റെ വാളിന് നമ്മളങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ജഡമാകുന്ന തിരശ്ശീലയെ അധികമായിട്ട് ചീന്തുവാനും പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളിലേക്ക് അധികമായിട്ട് പകരുവാനും ഒക്കെ ദൈവത്തിന് നമുക്ക് സാധിക്കും. അങ്ങനെ നമ്മളും ആ അതിപരിശുദ്ധ സ്ഥലത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ അളവില്ലാതെ അധികമായിട്ട് നിറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു സ്വസ്ഥതയുണ്ട്, ഒരു സമാധാനമുണ്ട്. പല കാര്യങ്ങളും പ്രതികൂലങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ആയിക്കോട്ടെങ്കിലും ഇതിനെല്ലാം മധ്യത്തിൽ ഒരു എല്ലാത്തെയും നിറഞ്ഞു കവിയുന്ന ഒരു സ്വസ്ഥത, സകല ബുദ്ധിയും കവിയുന്ന സ്വർഗീയ സമാധാനം എന്ന് നമ്മൾ ഫിലിപ്പിയർ 4:7 വാക്യത്തിൽ വായിക്കുന്നുണ്ട്. ദ പീസ് ദാറ്റ് സർപാസസ് ഓൾ അണ്ടർസ്റ്റാൻഡിങ്. ലോകം തരുന്നത് പോലുള്ള ഒരു സമാധാനമല്ല, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു എന്ന് യോഹന്നാൻ 14:27 വാക്യത്തിൽ കർത്താവ് പറഞ്ഞു പോയ കാര്യം നമുക്കറിയാം. അപ്പൊ നമ്മുടെ ജീവിതത്തിലും കർത്താവ് പോയ ഈ ജീവനുള്ള പുതുവഴിയിലേക്ക് ആ വഴി കൂടെ തന്നെ പോകാൻ കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെയാണ് ആ വഴി, ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞ ആ കർത്താവ് യോഹന്നാൻ 14:6 വാക്യത്തിൽ അതാ പറഞ്ഞു, ഞാൻ തന്നെ വഴി എന്ന് പറയുമ്പോൾ ഈ വഴിയാ എന്താ? ക്രൂശിന്റെ വഴി. കാരണം ജീവനുള്ള പുതുവഴി എന്ന് ക്രൂശിന്റെ വഴി എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്വന്തം ഇഷ്ടം ഓരോ സാഹചര്യങ്ങളിലും കർത്താവ് ദൈവവചനത്തിന് വിരുദ്ധമായിട്ടുള്ള എന്നിൽ കാണുന്ന ആ കാര്യങ്ങളെ ഞാൻ അവിടുത്തെ ഇഷ്ടത്തിനായിട്ട് ഏൽപ്പിച്ചു തരുന്നു. അവിടുന്ന് കർത്താവ് എൻ്റെ ആ സ്വന്തം ഇഷ്ടത്തെ ഞാൻ മരണത്തിന് ഏൽപ്പിക്കുന്നു. അവിടുത്തെ ആത്മാവിനെ എന്നെ നിറച്ച് ആ ജഡത്തിന്റെ പ്രവർത്തികളെ മരിപ്പിച്ച് ആത്മാവില് ജീവനുള്ളവനായിട്ട് സമൃദ്ധമായ ജീവനുള്ളവനായിട്ടായി തീരുവാൻ എന്നെ സഹായിക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതത്തിൽ വരേണ്ടത്. അങ്ങനെ ഓരോ സാഹചര്യങ്ങളിൽ നമ്മെ തന്നെ താഴ്ത്തി കർത്താവിന്റെ ഇഷ്ടത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ പരിശുദ്ധാത്മ നമ്മളിലൊന്ന് നിറഞ്ഞ് ദൈവത്തിന്റെ ഒരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ നമ്മളിൽ നിറയ്ക്കും. അവിടെ നമുക്ക് അതിപരിശുദ്ധ സ്ഥലത്ത് കർത്താവിന്റെ സ്വസ്ഥതയില്, ആ സന്തോഷത്തിന്റെ പൂർണ്ണതയില്, ആ കർത്താവിന്റെ വലത് ഭാഗത്ത് നിത്യപ്രമോദങ്ങളുള്ളിടത്ത് കർത്താവിന്റെ കാന്തയായിട്ട് ഈ പല പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കട്ടെ. ഒരുപക്ഷെ പല വീഴ്ചകളോ നിരാശപ്പെടാവുന്ന പല സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ. അവിടെയൊക്കെ നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാ നമ്മളിലൊന്ന് നിറഞ്ഞ് ദൈവം നമ്മളെ ആ സ്വസ്ഥതയിലേക്ക് പ്രവേശിപ്പിക്കും. യേശു നമുക്കായിട്ട് അന്ന് പഴയ നിയമത്തിൽ ആണ്ടിലൊരിക്കൽ അവര് വളരെ പേടിയോടെ മാത്രമേ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് നമ്മുടെ പിതാവിന്റെ സന്നിധിയിലേക്ക് വളരെ വളരെ കോൺഫിഡൻസോടുകൂടി വളരെ കൃപാസനത്തിലേക്ക് ധൈര്യത്തോടെ അടുത്ത് ചെല്ലുക എന്നൊക്കെയാണ് ഇതേ എബ്രായ ലേഖനം 4:16 വാക്യത്തിലൊക്കെ നമ്മൾ വായിക്കുന്നത്. ആ ഒരു ധൈര്യത്തോടെ നമുക്ക് കർത്താവിലേക്ക് അടുത്ത് ചെല്ലാം. നമുക്ക് ഒരു വാക്ക് ഞാനങ്ങ് പ്രാർത്ഥിച്ച് കൺക്ലൂഡ് ചെയ്തതിനു ശേഷം ബാക്കിയുള്ള സൗകര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കേൾക്കാമല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ കേട്ട വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ അങ്ങ് താഴ്ത്തി ഏൽപ്പിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവി, കർത്താവി, ഞങ്ങള് അവിടുത്തെ മുമ്പാകെ ആയിരിക്കുന്നു. കർത്താവി, അവിടുന്ന് ഞങ്ങളോട് സംസാരിച്ചല്ലോ. അവിടുത്തെ വാക്കുകൾ ജീവനും ആത്മാവും ജീവനുമാണല്ലോ കർത്താവി. ഞങ്ങൾക്ക് അതിന്റെ പൂർണ്ണമായിട്ടുള്ള ആഴത്തിൽ ഗ്രഹിക്കാൻ പ്രയാസമാണെങ്കിൽ പോലും കർത്താവെ, അവിടുത്തെ ആ വചനത്തിന് ഞങ്ങളങ്ങ് കീഴടങ്ങുന്നു. അവിടുത്തെ ഇഷ്ടം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറണം. കർത്താവെ, എന്റെ സ്വന്തം ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം. കർത്താവെ, എന്റെ ജീവിതത്തിലെ എല്ലാ മേഖലയിലും കർത്താവെ കോപിക്കാനോ മോഹിക്കാനോ അസൂയപ്പെടാനോ നിഗളിക്കാനോ കയ്പായിട്ടിരിക്കാനോ ആകുല ചിന്തകളിലോട്ട് പോകാനോ പരാതിയും വെറുവെറുപ്പുമായിട്ടിരിക്കാനോ ഒക്കെ ഉള്ള പലതരത്തിലുള്ള പാപത്തിന്റെ പ്രലോഭനങ്ങളൊക്കെ വരുമ്പോഴും കർത്താവെ, അവിടൊക്കെ കർത്താവെ എന്റെ സ്വന്തം ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നടക്കണം എന്ന് പറഞ്ഞ് എന്നെ തന്നെ എപ്പോഴും താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ടേയിരിക്കാൻ, അവിടുത്തെ മുമ്പാകെ ഒരു വട്ടപൂജ്യമായിട്ട് എന്നെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുവാൻ എന്നെ സഹായിക്കണമേ കർത്താവെ. അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ആ ആത്മാവിന്റെ നിറവില് കർത്താവെ അങ്ങനെയുള്ള ഒരു സ്വസ്ഥതയിൽ ആയിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം. അതിപരിശുദ്ധ സ്ഥലത്തേക്കുള്ള ആ ഒരു വഴി, ജീവനുള്ള പുതുവഴി അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി തുറന്നു തന്നല്ലോ കർത്താവെ. ആ സ്വർഗസിംഹാസനത്തിങ്കിലേക്കുള്ള ഒരു പ്രവേശനം കർത്താവെ, ആ സ്വർഗത്തില് ഉള്ള ആ സ്വർഗസിംഹാസനത്തിങ്കില് അവിടുത്തെ കാന്തയായിട്ട് അവിടുത്തെ വലതുപാർശ്വത്തിൽ ഇരിക്കുന്ന ആ ഒരു സ്വസ്ഥതയും സമാധാനവും ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് നിറവായിട്ട് ജീവന സമൃദ്ധിയായിട്ട് പ്രദാനം ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ കൂട്ടായ്മയെ അങ്ങ് അനുഗ്രഹിച്ചായിട്ട് കർത്താവെ, ഞങ്ങൾ കേട്ട വചനത്തെ ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് അത് ഞങ്ങളുടെ ജീവിതത്തിൽ അതൊരു വെളിപ്പാടായിട്ട് ഞങ്ങൾക്ക് ആക്കി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ പലവിധമായിട്ടുള്ള പല സാഹചര്യങ്ങളിലൂടെയൊക്കെ ഞങ്ങൾ കടന്നു പോകുമ്പോഴൊക്കെ ആ ഒരു സ്വസ്ഥതയോടെ സമാധാനത്തോടെ അവിടുന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരു വലിയ വിശ്വാസത്തോടെ മുമ്പോട്ട് പോകാൻ ഞങ്ങളെ സഹായിച്ചാട്ടെ കർത്താവെ. നന്ദി കർത്താവെ, നന്ദി. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനെ ഓർത്ത് സ്തുതിക്കുന്നു. എല്ലാം യേശു കർത്താവിന്റെ വിലയേറിയ മാധുര്യമുള്ള നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ.